ഫ്ലഡ് തടയാൻ പറ്റില്ല എന്ന് 2018 നമുക്ക് മനസ്സിലായില്ലേ? ഇത്രയും ഡാം ഉണ്ടായിട്ട് ഇവർക്ക് ഫ്ലഡ് തടയാൻ പറ്റിയോ? ഡാമിന്റെ ഒരു പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് എന്താണ്? പ്രളയത്തെ തടയും. 84 ഡാംസ് ഉണ്ടായിട്ട് കേരളം മുഴുവനും കുട്ടിച്ചാറാക്കി കഴിഞ്ഞില്ലേ? അതിനെക്കുറിച്ച് ഒരു കേരള ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി എന്താ പറഞ്ഞതെന്നറിയോ? ഈ സർക്കാർ മനഃപൂർവ്വം ജനങ്ങളെ കൊന്നതാണെന്നാ പറഞ്ഞത്. അന്ന് ഭരിച്ചിരുന്ന പിണറായി സർക്കാർ ജനങ്ങളെ മനഃപൂർവ്വം കൊന്നതാണെന്നാ പറഞ്ഞത് അമിക്കസ് ക്യൂറി. ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് എതിർപ്പോ അനുകൂലമോ ഒന്നുമില്ല. ഒരു പ്രത്യയശാസ്ത്രത്തോടും എനിക്ക് എതിർപ്പോ അനുകൂലവും ഇല്ല. ഞാൻ ഈ പ്രത്യയശാസ്ത്രങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. എന്റെ പ്രത്യയശാസ്ത്രം വേറെയാണ്. മനസ്സിലായ? ഇനി ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വെച്ചുകൊണ്ട് അന്ന് ഭരിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ജനങ്ങൾക്കുണ്ടായ നഷ്ടം, എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന്റെ കാറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ അടക്കം ആലുവയിൽ മുങ്ങിപ്പോയതിന് 15 ലക്ഷം രൂപ അയാൾക്ക് നഷ്ടമുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ദുരന്തമാണ്, അതുമൂലം ഞാൻ അനുഭവിച്ച 15 ലക്ഷത്തിന്റെ നഷ്ടം കാണിച്ച് ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മു, 2018 പ്രളയത്തിന്റെ വിക്ടിംസ് എല്ലാം കേരള സർക്കാരിനെതിരെ കേസ് കൊടുത്താൽ ഈ കേരളം വിറ്റാ കൊടുക്കാൻ പറ്റും ഇവരുടെ കോമ്പൻസേഷൻ? 40,000 കോടി രൂപയാണ് സർക്കാരിന് മാത്രം ഉണ്ടായ നഷ്ടം. ഇവരുടെ അനാസ്ഥ കൊണ്ട് എല്ലാ ഡാമുകളിലും വെള്ളം നിറച്ചു വെച്ച് രാത്രി പാതിരാക്കി മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ തുറന്നു വിട്ട് കാണിച്ച അനാസ്ഥ കാരണം കേരള സർക്കാരിന് പോയത് 40,000 കോടി. ജനങ്ങൾക്ക് എത്രയോ കോടികൾ പോയി. നമ്മൾ ഭരിക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നികുതി പണം വെച്ച് ഇലക്ഷനും നടത്തി ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ സമ്പ്രദായമാണിത്. കാണിച്ചു കൂട്ടുന്ന അവരെയും തെരഞ്ഞെടുത്ത നിയമസഭയിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ പോലും. ഇനിയിപ്പോ ഇന്ന് ഭരിക്കുന്നവർ അന്ന് വല്ലതും പറഞ്ഞോ? അത് നമ്മൾ ചിന്തിക്കണം. അവരിത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും ഒരു പ്രക്ഷോഭണം നടത്തിയോ? ഈ സർക്കാർ റെസ്പോൺസിബിൾ ആണെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നടത്തിയോ? ഇല്ലല്ലോ.